ഗതാഗത വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് വിരളി പൂണ്ട് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികാര നടപടി. സംഘാടനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിക്കാണ് നോട്ടീസ് നൽകിയത്. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പുചേരുന്നു. ദിസ്ന, പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വീഴ്ച വന്നാൽ മന്ത്രിയാണ്, മന്ത്രി വന്ന ചടങ്ങിൽ ആളില്ല എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും, മാത്രമല്ല പ്രതികാര നടപടിയും ഉണ്ടാകും. ദിസ്ന, കേൾക്കാമെങ്കിൽ കഴിഞ്ഞ ദിവസം മന്ത്രി ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു, ഇപ്പോൾ പ്രതികാര നടപടിയും വരുന്നു. വിവരങ്ങൾ? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇത്തരത്തിൽ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഒരു പരിപാടി നടന്നത്. ആ പരിപാടിയിൽ മന്ത്രിയുടെ പ്രകടനം, അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഏറെ ചർച്ച ചെയ്തിരുന്നു എന്നത് തന്നെയാണ്. ഈ കനകക്കുന്ന് കൊട്ടാരത്തോട് ചേർന്ന് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാത്തത് എന്താണ് എന്നാണ് മന്ത്രി ചോദിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം വിശദീകരണം ഈ ടൈലുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ടൈല് നാശമാവും തുടങ്ങിയ കാരണങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നുവെങ്കിലും ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ മന്ത്രി ഇറങ്ങിപ്പോവുകയായിരുന്നു. അതുമാത്രമല്ല, വേദിയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി മന്ത്രി പറഞ്ഞത്. മാധ്യമങ്ങളോടുൾപ്പെടെ മന്ത്രി ക്ഷമ ചോദിച്ചിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്ത ആ വിഷയത്തിൽ പറയേണ്ടത്. ആ സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ മന്ത്രി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നൊരു നിലപാടിലേക്കാണ് മന്ത്രി ഗണേഷ് കുമാർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം, പാർട്ടി പ്രവർത്തകരല്ലാതെ മറ്റാരും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. മാത്രമല്ല, ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. KSRTCയിലെ കുറച്ച് ജീവനക്കാർ മാത്രമേ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ. എന്തായാലും ആ പരിപാടി ബഹിഷ്കരിച്ച് താൻ ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നതായിരുന്നു ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. അതിനു പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിലൊരു നടപടി ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, ഗതാഗത വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികാര നടപടി. സംഘാടനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.